ഇന്ന് കുട്ടികളെ മദ്രസക്ക് വിട്ടതിന് ശേഷം കുറച്ച് നേരം കൂടെ ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഉറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഓല മദ്രസക്കാക്കി വന്നപ്പോൾ കൊടുന്നതാണ് കുഞ്ഞാക്ക ഈ ഒരു ഉഴുന്നോട കേട്ടോ. ഇത് ഞങ്ങൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. പിന്നെ ഞാൻ എണീറ്റ് അപ്പൊക്കെ ചുടാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്ക് സച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു അടുക്കളപ്പണി എടുക്കുക. അടുക്കളപ്പണി മീൻസ് പാചകം കേട്ടോ, അതായത് എന്തെങ്കിലുമൊക്കെ വെക്കുക വിളമ്പുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ ചോദിച്ചു ഞാൻ ചുടട്ടേന്ന്. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് അപ്പം ചുടാറുണ്ട്, ദോശ ചുടാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിൽ അവർ സഹായിക്കാനുണ്ടാവും. അതുകൊണ്ട് ആൺകുട്ടികളോ പെൺകുട്ടികളോ നോക്കാതെ പണി പഠിപ്പിച്ചതുകൊണ്ട് കേട്ടോ, അതൊരു നല്ല കാര്യമാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് നല്ലപോലെ മുടി ഉണ്ടാകാനും ഉള്ള മുടി പോകാതിരിക്കാനുള്ള ചെറിയൊരു ടിപ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇത് പരീക്ഷിച്ചിട്ട് നല്ലപോലെ മുടി ഉണ്ടായിട്ടുള്ള ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ അത് ഞാനും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പൊ നല്ലപോലെ എനിക്ക് മാറ്റം തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ആ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിട്ടോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടോ നോക്കിയപ്പോൾ ഒന്നും കഴിക്കാല്ല. എന്നാൽ പിന്നെ പായസത്തിനുള്ള കുറച്ച് സംഗതികൾ വാങ്ങിച്ചു വരാൻ സച്ച് പറഞ്ഞു. എനിക്ക് പായസം പപ്പടമൊന്നും വേണ്ട, എനിക്ക് നൂഡിൽസ് മതിയെന്ന്. അപ്പോൾ എനിക്ക് നൂഡിൽസും വാങ്ങി, ഞങ്ങൾക്ക് പായസത്തിനുള്ള സംഭവങ്ങളും വാങ്ങിയിട്ട് അങ്ങനെ അതാ ഫൈനലി നമ്മുടെ പായസം അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പാല് കുറച്ച് കുറവാണ്, 1.5 പാക്കറ്റ് പാലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഒരു സംഭവം കാണിക്കുന്നത് നമ്മുടെ തലയിൽ നല്ലപോലെ താരനും പേനും ഈരൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ. ഇതിന്റെ പേര് മെഡിലൈസ് എന്നാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഫലമാണ്. ഒരു ബോട്ടിൽ മൊത്തമായിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നാണ് പറയാറ്. പക്ഷെ ഞാൻ അതിന്റെ പകുതി എടുത്തിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ ഏകദേശം പേനും താരനും ഈരും ഒക്കെ പോയിട്ട് രണ്ടാമതൊരു തവണ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം അത്രയും റിസൾട്ട് ആണ്. അപ്പോൾ അതിന്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ മുകളിൽ സ്ക്രീനിൽ കൊടുക്കാം. അങ്ങനെ ആ വീട് പണിന്റെ അവിടേക്ക് ഒന്ന് പോയി വന്നു കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുടിക്കാന്ന് വിചാരിച്ചു. പായസത്തിനുള്ള സംഭവങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടതാണ് നല്ല വഴുതന കേട്ടോ. അപ്പോൾ പിന്നെ അത് വാങ്ങി വന്ന് അത് പൊരിച്ചു. ഞങ്ങൾ 3 കൂടെ ചോറ് കഴിച്ചു. അങ്ങനെ ഒരു 9 ആയപ്പോഴേക്ക് ചോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വെറുതെ ഇരിക്കണ്ടോ, സ്നാക്ക് ടൈം ആണ്. ബേക്കറിന് വേണമെന്നൊന്നുമില്ലല്ലോ, ചക്കക്കുരും പറ്റൂല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുഴുങ്ങി കഴിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കൂടെ തന്നെ കമന്റും മറക്കല്ലേ.